അതെ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അഖിൽ മാതാറിന് വേണ്ടിട്ടാണ് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഖിലേ, കൊറേ വർത്താനം പറയണടാ. ഞാൻ ഒന്നും അധികം സംസാരിക്കാത്തെന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ, നമ്മളിടയിൽ നമ്മള് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള മനുഷ്യരാണ്. അത് വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ സംസാരിച്ച് കൊറേ വിഷയത്തിൽ മുഷിഞ്ഞ്. ഇത് അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടിട്ടോ, റെസ്പോണ്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടോ ഒന്നും തന്നെ അല്ല. നീ നിന്റെ വഴിക്ക് ഒരു വഴി കൂടെ പോണു, അതിനെ കൂടുതലായിട്ട് വേണ്ട സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഞാൻ ഇന്നൊരു ന്യൂസ് ഉണ്ടോ എനിക്ക് എന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് തോന്നിയതാ. പേഴ്സണലി വിളിച്ച് ചോദിക്കാൻ വയ്യാത്തോണ്ടാ. ഇലക്ഷൻ കഴിയട്ടെ, എന്നിട്ട് ഞാൻ വിളിച്ച് ബാക്കി ചോദിക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ മൂലക്കുരുവിന്റെ വിഷയം മോദിക്ക് അറിയാന്ന് പറഞ്ഞിടാ. നിന്റെ മൂലക്കുരുവിന്റെ വിഷയം വരെ മോദിക്ക് അറിയാമെങ്കിൽ എനിക്കൊരു സംശയമാണ്. ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് നിനക്ക് ഇതേപോലെ ഒരു മൂലക്കുരുവിന്റെ പ്രശ്നം വന്നത്, നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയായിരുന്നല്ലോ. അപ്പൊ അത് മോദി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടായിരുന്ന ഈ എന്റെ മോളും അതുപോലെ ഏഷ്യനെറ്റ് നിന്നെ കൊണ്ടുപോയത്. അല്ലാതെ അറിയാൻ വേണ്ടിട്ടൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. കാരണം എന്റെ അറിവില് നിനക്ക് അത്രയും പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ചാനലുകാരെടുത്തോണ്ട് പോയെന്നാണ്. ഇനി അതിന്റെ അന്തർധാര സജീവമായിട്ട് മോദി അപ്പോഴേ നിന്റെ മൂലക്കുരുവിനെ ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിട്ടൊരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചതാണ്ടാ. പിന്നെ എന്താ പറയാ, ഇവിടെ എന്തരടാ, കുറച്ചൊക്കെ ഒരു എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ എന്തെങ്കിലും വിഷയത്തിൽ വസ്തുതാപരമായിട്ടും അല്ലാത്ത രീതിയിലും പലതരത്തിലും നിന്റെ പ്രസ്താവനകളും സംസാരങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ രാഷ്ട്രീയമേ നിന്റേത് മാറിയിടത്ത് നിന്ന് പിന്നെ മാറിയിട്ടില്ലെന്ന് വേണം പറയാൻ. ചിലപ്പോ നീ ആ ജീവിച്ച് വളർന്ന സമയം മുതലേ ഇത് തന്നെ ആയിരിക്കും. നമ്മളൊക്കെ തിരിച്ചറിയാൻ വൈകിയതായിരിക്കും. വൈകിയെന്നും പറയാൻ പറ്റത്തില്ല. ഈ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയം തുറന്നു പറയുന്നിടത്താണല്ലോ ഇതുള്ളത്. 2020 ആണ്, പക്ഷെ BJP അല്ല. അപ്പൊ എന്തായാലും കിട്ടിയതൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ നീ ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തി നീ വരണം. നീ പിന്നെ പറഞ്ഞിരുന്നു മൊട്ട ഇരുത്തിട്ട് അഖിൽ മോനാർ മുന്നിൽ 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 എന്ന് പറയണോ? എടാ, ഇത് ഇലക്ഷനാണ്, മനസ്സിലായില്ലേ? BJP പോലുള്ള പാർട്ടിക്ക് ഫേസ് വാല്യൂ ഉള്ള ആളുകളെ വേണം, മനസ്സിലായില്ലേ? നീ കൊറേ കിടന്ന് കാട്ടിക്കൂട്ടിയിട്ട് നിന്റെ പൊട്ടൻഷ്യൽ കൊണ്ടിട്ട് നീ ഫേസ് വാല്യൂ ഉണ്ടാക്കി. ആ ഫേസ് വാല്യൂനെ ഉപയോഗിച്ചത് അവന്മാരുടെ ബുദ്ധിയാണ്. കാരണം അവന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ BJPക്ക് ഫേസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊന്നും കേരളത്തിലില്ല. അതുകൊണ്ടിട്ട് അഖിലിനെ പോലെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ പിടിക്കും. അഖിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം പരിപാടികൾക്ക് നിന്നും കൊടുക്കും. കാരണം നമുക്ക് ഒന്നുകിൽ നമ്മളെ പോക്കറ്റ് നിറയണം, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം. ഇതാണല്ലോ പൊതു രീതി എന്ന് പറയുന്നത്. എടാ, കുറച്ചെങ്കിലുമൊക്കെ സഹിക്കാൻ പറ്റാത്തോട്ട് പറഞ്ഞോളതാണ്. സഹിക്കാൻ പറ്റാത്തോട്ട് നിന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷെ വയ്യ എന്നുള്ളതായിപ്പോയി, അതുകൊണ്ടിട്ടാണ്. അപ്പൊ ശരി, ആ മൂലക്കുരുവിന്റെ കഥ മറക്കാതെ ഒന്ന് പറയണേടാ.